ശ്രീരാമൻ അഭിഷേകത്തിനു ശേഷം അഭിഷേകത്തിൽ പങ്കെടുത്ത പലർക്കും ഉപഹാരങ്ങൾ നൽകി സന്തോഷത്തോടെ മടക്കി അയച്ചു. ബ്രാഹ്മണർക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നൽകി. സുഗ്രീവന് വിലപിടിപ്പുള്ള മാലയും അംഗദന് തോൾവളകളും നൽകി. എന്നാൽ മറ്റുള്ളവർക്ക് നൽകിയതിലും മനോഹരവും വിലപിടിച്ചതുമായിട്ടുള്ളൊരു മാല ശ്രീരാമൻ സീതാദേവിക്ക് നൽകി. സീതാദേവിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്ത ആ ഹാരം സീതാദേവി കയ്യിലെടുത്ത് ശ്രീരാമനെയും ഹനുമാനെയും മാറി മാറി നോക്കി. എന്നാൽ സീതാദേവിയുടെ മനസ്സ് മനസ്സിലാക്കിയ ശ്രീരാമൻ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കിത് നൽകിക്കൊള്ളൂ എന്നറിയിക്കുന്നു. സീതാദേവി ഉടൻ തന്നെ ആ ഹാരം ഹനുമാനെ അണിയിക്കുന്നു. ഹനുമാൻ സന്തോഷമായി. സീതാദേവിയിൽ നിന്നും കിട്ടിയ ഉപഹാരത്തിൽ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഹനുമാനോട്, നിനക്ക് എന്ത് വരമാണ് വേണ്ടുന്നതെന്ന് ശ്രീരാമൻ ചോദിക്കുന്നു. അങ്ങയുടെ നാമവും കഥയും ഈ ഭൂമിയിൽ ഉള്ള നാൾ എനിക്ക് ഈ ഭൂമിയിൽ വാഴണം. അങ്ങയുടെ നാമം കേട്ടുകൊണ്ടിരിക്കണം. മറ്റു വരങ്ങളൊന്നും വേണ്ട എന്നുള്ള ഹനുമാന്റെ ആഗ്രഹത്തെ ഒരു നിമിഷം കണ്ണുകൾ നനയിക്കുന്നുണ്ട്. അങ്ങനെ ഗുഹൻ, ജനകൻ, വിഭീഷണൻ തുടങ്ങിയവരെയൊക്കെ സമ്മാനങ്ങൾ നൽകി മടക്കി അയച്ചു. ശ്രീരാമന്റെ സൗഹൃദ വലയത്തിൽ ഏറെനാൾ കഴിഞ്ഞ ഗുഹൻ, വിഭീഷണൻ, അംഗദൻ, സുഗ്രീവൻ ഒക്കെ ഒട്ടൊരു സങ്കടത്തോടെയാണ് മടങ്ങിയത്. ശേഷം ശ്രീരാമന്റെ രാജവാഴ്ചയിൽ അയോധ്യ അഭിവൃദ്ധി പൂണ്ടു. വൈധവ്യ ദുഃഖമില്ല, വ്യാധി കൊണ്ടുള്ള ആധികളില്ല, കള്ളന്മാരില്ല, ശിശുമരണങ്ങളില്ല. അന്യന്റെ ഭാര്യയെ അനാവശ്യമായി ഒരു നോട്ടം കൊണ്ടുപോലും ആരും വേദനിപ്പിച്ചില്ല. നിന്ദയില്ല ആർക്കും. ഭൂമിയിലൊക്കെ ഫലപുഷ്ടമായിരുന്നു. കൃഷിക്ക് വേണ്ടുന്ന മഴയുണ്ടായിരുന്നു. സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അവനവൻ കഴിഞ്ഞു. ഭരിക്കുന്ന രാജാവിൻ്റെ മനസ്സും ധൈര്യവും നീതിയും എങ്ങനെയാണോ അതുപോലെയായിരിക്കും നാടിൻ്റെ ഗതിയുമെന്ന് ഊന്നി ഉറപ്പിച്ചുകൊണ്ട് ശ്രീരാമദേവൻ തൻ്റെ ഭരണം തുടർന്നുവെന്നാണ് രാമായണം പറയുന്നത്.